Non-transport solutions for transport problems. Okay, non-transport solutions. One of the important question ആണ്. ഇപ്പം നിലവിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ ഇംപ്രൂവ് ചെയ്യാതെ അല്ലെങ്കിൽ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാതെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ ട്രാൻസ്പോർട്ടേഷനിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ ചേഞ്ചസ് വരുത്താതെ, റോഡ് വലുതാക്കാതെ, പുതിയ പാലങ്ങൾ പണിയാതെ, ഓക്കെ, അങ്ങനെയൊക്കെ അതായത് പ്രത്യേകിച്ച് പുതുതായിട്ട് കൺസ്ട്രക്ഷൻ വൈസോ അല്ലെങ്കിൽ റോഡിന്റെ വീതി കൂട്ടുന്നതോ എന്തോ ആയിക്കോട്ടെ, മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പോൾ നിലവിലുള്ള പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, അതാണ് നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് ഫോർ ട്രാൻസ്പോർട്ട് പ്രോബ്ലംസ്. Temporary and partial relief from road traffic congestion may be gained from the introduction of traffic management schemes involving the reorganization of traffic flows and directions without any major structural alterations to the existing street pattern. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സ്ട്രക്ചറിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ, ഓക്കെ, ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം പെർമനന്റ് ആയിട്ടോ ഒക്കെ എങ്ങനെയാണ് ട്രാഫിക് കൺജഷനും അതുപോലെ ട്രാഫിക്കിൽ നേരിടുന്ന പ്രശ്നങ്ങളും സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കുറവാണ്, ആവശ്യമായിട്ടുള്ള റോഡിന് വീതിയോ ഫെസിലിറ്റിയോ ഒന്നുമില്ല, പാർക്കിംഗ് സ്പേസ് ഇല്ല. കൺജഷൻ ഇൻ ബിസി റോഡ്സ്, കൺജഷൻ ഓക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. റോഡ് ബ്ലോക്ക്, അതായത് ഡിലേ, ഓക്കെ, ഒരുപാട് ടൈം ഡിലേ വരും കൺജഷൻ വരുമ്പോൾ. അതുപോലെ ലോഡിങ് അൺലോഡിങ് ഒക്കെ ആയിട്ട് ഒരുപാട് പാർക്കിംഗ് റോഡ് സൈഡുകളിൽ ചെയ്യുന്നത് ആ റോഡിലൂടെയുള്ള ഈസി ആയിട്ടുള്ള ഫ്ലോയെ ബാധിക്കുന്നു. ഓക്കെ, പിന്നെ പല റോഡുകളും വീതി കുറവാണ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ഒരു പരിധിവരെ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ആദ്യത്തത്, ഫസ്റ്റ് വൺ, ഇറ്റ്സ് സ്റ്റാഗറിങ് ഓഫ് വർക്ക് ഓർ എഡ്യൂക്കേഷൻ അവേഴ്സ്. ഓക്കെ, ടൈമിലുള്ള വർക്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലെ ടൈമിങ്ങിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അത് വൺ ഓഫ് ദ എഫക്റ്റീവ് നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, അതായത് ഇപ്പം മെയിൻ ആയിട്ട് ബ്ലോക്കുകൾ വരുന്നത് പീക്ക് അവേഴ്സിലാണ്, അല്ലെ? പീക്ക് അവേഴ്സ് എന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആളുകളും ഓഫീസിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സ്കൂൾ ടൈമിങ്ങിൽ മാറ്റം വരുത്തുക, കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി നേരത്തെ വിടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ നോർമലി അധികം സ്കൂളുകളും ടൗൺ ഏരിയാസിലെ സ്കൂൾസ് ഒക്കെ മാക്സിമം നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 8:30 to 2:30 ആണ് അധികവും സ്കൂളുകളും എടുക്കുന്ന വർക്കിംഗ് ടൈം. അപ്പോൾ ഓഫീസിൽ പോകുന്ന ആളുകളുടെ ടൈമിങ്ങുമായിട്ട് ഒരു ക്ലാഷ് അവിടെ വരുന്നില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പീക്ക് ടൈമിലുള്ള റഷ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നൊന്ന് ഓഫീസ് ടൈം കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഓഫീസ് ടൈം ഇപ്പം 5 മണിക്ക് വിടുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 7:30 വരെയൊക്കെ ആക്കിയിട്ട് ഒരു ദിവസം കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, 6 ദിവസമാണല്ലോ നോർമൽ വർക്കിംഗ് ഡേ, ഫ്രം മൺഡേ ടു സാറ്റർഡേ. സൺഡേ ഹോളിഡേ ആണ് മോസ്റ്റ് ഓഫ് ദ ഓഫീസസ്. അപ്പം അതില് ടൈം കൂട്ടിയിട്ട് ഓരോ ദിവസത്തെ ടൈമിൽ കൂടുതൽ വരുത്തിയിട്ട്, അതായത് ഒരു 1 അല്ലെങ്കിൽ 1.5 hours ആയാലും മതിയായിരിക്കുമല്ലോ, കൂടുതൽ വരുത്തിയിട്ട് ഒരു ദിവസം കുറയ്ക്കുക, ഒരു ദിവസം ഹോളിഡേ ആക്കുക. അപ്പം യാത്ര ചെയ്യുക, ഒരു ദിവസം അധികം യാത്ര ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഒഴിവായി, അല്ലെ? അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് ഫ്ലെക്സിബിൾ ആക്കുക, അതായത് ഇപ്പം 10 മണി ടു 5 മണി എന്ന് പറയുന്ന ആ ഒരു ടൈം അത് ഒഴിവാക്കിയിട്ട് ആർക്കും എപ്പോഴും വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ 12 മണിക്ക് വരാം, ചില ആൾക്കാർ 2 മണിക്ക് വരാം, എന്നാൽ അവര് വർക്ക് ചെയ്യുന്ന ടൈം അതിൽ മാറ്റം വരുത്തത്. ഇപ്പൊ 8 hours ആണ് ഒരാൾ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഓഫീസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 8 hours അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം ഏത് ടൈം വേണമെങ്കിലും വർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ റോഡിലുള്ള തിരക്ക് നമുക്ക് കുറെയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ വർക്ക് ഫ്രം ഹോം, ഇപ്പം അധികം ഈ കോവിഡ് വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം കുറച്ച് അധികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഓഫീസിൽ പോവാതെ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ
ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് കൺജഷൻ കുറയ്ക്കാം. കാരണം എല്ലാ ദിവസവും ഓഫീസിൽ പോണ്ട. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലോ ഒന്നും മാറ്റങ്ങൾ വരുത്താതെ ഈ രീതിയിൽ, അതായത് നോൺ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഓക്കെ, അതാണ് അതിലൊന്നാണ് സ്റ്റാഗറിംഗ് ഓഫ് വർക്ക് ഓർ എഡ്യൂക്കേഷൻ അവേഴ്സ്. ഇത് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പരിധി വരെ കൺജഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ്: പീക്ക് അവർ കൺജഷൻ കുറയ്ക്കാം, ട്രാവൽ ടൈം കുറയ്ക്കാം, അതായത് റഷ് ഇല്ലാതെ പെട്ടെന്ന് പോവാം, സേവിങ്സ്, ഓക്കെ, ട്രാവൽ ടൈംസ് ആൻഡ് സേവിങ്സ് ഓൺ എനർജി ആൻഡ് ലെഷർ ടൈം. അപ്പം ട്രാവൽ ടൈം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റഷിലൊക്കെ നിന്നിട്ട് എക്സ്ട്രാ പെട്രോളും ഡീസലൊക്കെ വേസ്റ്റ് ആവുന്നതൊക്കെ തടയാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ദിവസം എക്സ്ട്രാ പണിയെടുക്കുന്നത് കുറച്ചാൽ, അല്ലെ, അതായത് ഒരു ദിവസം പോകുന്ന ദിവസം മാക്സിമം വർക്കിംഗ് അവേഴ്സ് കൊടുത്തിട്ട് ഒരു ദിവസം ലീവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എനർജി, ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഫുൾ എനർജി അവിടെ സേവ്ഡ് ആവും. അതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ലെഷർ ടൈം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, സ്റ്റാഗറിംഗ് ഓഫ് വർക്ക് ഓർ എഡ്യൂക്കേഷൻ അവേഴ്സ്. രണ്ടാമത്തത് റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്ലൈയിങ് ഓഫ് വെഹിക്കിൾസ്. അപ്പം വലിയ തിരക്കുകളൊക്കെ ഉള്ള സിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആളുകളൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾസിനെ യൂസ് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കാൻ. ഓക്കെ, അതായത് ഇപ്പം മൺഡേ ഈ വെഹിക്കിൾ നമ്പർ ഓഡ് നമ്പേഴ്സ് വരുന്ന വെഹിക്കിൾസ് ആണ് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ, അല്ലെ, ആ ദിവസം ഓഡ് നമ്പേഴ്സ്, അതായത് ഇപ്പം ഒരു നമ്പർ KL7AB 1234, അത് ഈവൺ നമ്പറാണ്. ഓക്കെ, ഇപ്പം 3213 എന്നൊക്കെ പറയുന്ന ഓഡ് നമ്പേഴ്സ്, അതായത് ഓഡ് നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് മാത്രം ഒരു ദിവസം ഇറക്കാൻ പറ്റുന്നു. ഓക്കെ, ഇറക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൺഡേ ദിവസം ഓഡ് നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് മാത്രമേ ഇറങ്ങുള്ളൂ. ഈവൺ നമ്പേഴ്സ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നവരൊക്കെ ഒരു പക്ഷെ ഓഡ് നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് ഉള്ള ആളുകളുടെ കൂടെ ഓഫീസിലേക്ക് പോവാം, അല്ലെങ്കിൽ പബ്ലിക് വെഹിക്കിൾസ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ദിവസം ഇപ്പൊ ട്യൂസ്ഡേ ഈവൺ നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് ഇറക്കാം. ഓക്കെ, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓഡ് നമ്പർ ഈവൺ നമ്പർ വെഹിക്കിൾസ് അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഇറങ്ങുന്ന വണ്ടികളുടെ എണ്ണം, റോഡിൽ ഇറങ്ങുന്ന വണ്ടികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതായത് നേർ പകുതിയാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കൺജഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ ഫ്യൂവൽ സേവ് ചെയ്യാം. ഫ്യൂവൽ സേവ് ചെയ്യാൻ മീൻസ് നമുക്ക് എനർജി കൺസേർവ് ചെയ്യാം. അപ്പം വേറെ സ്ട്രക്ചറിലൊന്നും മാറ്റം വരുത്താതെ നല്ല രീതിയിൽ കൺജഷനും അതുപോലെ എനർജി സേവിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൺട്രോൾ ചെയ്യാം, അതായത് റോഡിലേക്ക് ഇറങ്ങുന്ന വെഹിക്കിൾസിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അത് ലിമിറ്റ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിളാ പറഞ്ഞത്. ഇപ്പം ഈവൺ നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് ഒരു ദിവസം ഇറങ്ങിയാൽ നെക്സ്റ്റ് ഡേ ഓഡ് നമ്പേഴ്സ് ഉള്ള വെഹിക്കിൾസ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ ഒരു നിയമം പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അങ്ങനെ കൺജഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തത് ഡീസെൻട്രലൈസേഷൻ ഓഫ് മേജർ ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം മെയിൻ ആയിട്ടുള്ള ടൗണിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓഫീസസ്, കൊമേഴ്ഷ്യൽ ഏരിയാസ് ഒക്കെ മെയിൻ സെന്ററിൽ ആണ് നടക്കുന്നതെങ്കിൽ, ഓക്കെ, ഒരു മെയിൻ ഏരിയ ഉണ്ടാവില്ല ഇതെല്ലാം നടക്കുന്നത്, ആ ഏരിയയിൽ നടക്കുന്നെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുക. അതായത് വേറെ സ്ഥലങ്ങളിൽ മേജർ ആക്ടിവിറ്റീസ് നടക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് ടൗണിന് കുറച്ച് വിട്ടിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കാം. അതായത് ആ ഒരു ഒരൊറ്റ സെന്ററിൽ മാത്രം മേജർ ആക്ടിവിറ്റീസ് നടക്കാതെ ടൗണിന്റെ അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഓഫീസസും കാര്യങ്ങളും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് പല സ്ഥലത്ത് സ്പ്രെഡ് ചെയ്ത് നടത്തുവാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാത്രം ആളുകൾ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺജഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് മേജർ ആക്ടിവിറ്റീസ്. നാലാമത്തത് പാർക്കിംഗ് ഫീസ്. ഇപ്പം ആളുകൾ സ്വന്തമായിട്ട് വാഹനങ്ങൾ എടുത്തിറങ്ങുമ്പോൾ അധികം ആളുകൾ പാർക്കിംഗ് ഫീസ് കൊടുക്കാൻ മടിച്ചിട്ട് റോഡ് സൈഡുകളിൽ പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും നിർത്തുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ നിർത്തുമ്പോൾ ആ വലിയൊരു പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടത് കൊണ്ട് ആളുകൾ പലരും റോഡ് സൈഡിൽ നിർത്താം, അങ്ങനെ ഒരു കൺജഷന് കോസ് ചെയ്യാം. അപ്പൊ പ്രോഗ്രസീവ് ആയിട്ടുള്ള പാർക്കിംഗ് ഫീ കളക്ട് ചെയ്യുകയാണെങ്കിൽ, പാർക്കിംഗ് ഫീ കളക്ട് ചെയ്യുന്ന പ്രോഗ്രസീവ് ആയിട്ടാണെങ്കിൽ, അതായത് ഇപ്പം 5 മിനിറ്റ് നിർത്തുന്ന ആൾക്ക് ഒരു 5 രൂപ, ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ 5 മിനിറ്റ് ആണ് നിർത്തുമെങ്കിൽ 2 രൂപ, 1 അവർ ആണെങ്കിൽ അതൊരു 10 രൂപ, അങ്ങനെ. അതായത്
ടൈമിനനുസരിച്ചിട്ട് അതായത് ഇപ്പം 2 മണിക്കൂറിന് ഒന്നിച്ചാണ് ഇപ്പൊ അധികവും വാങ്ങിക്കുക അല്ലെ, 20 അല്ലെങ്കിൽ 40 രൂപ 2 മണിക്കൂറിന് എന്നുള്ള രീതിയിലാണ് ഒന്നിച്ചാണ് ഇപ്പൊ വാങ്ങിക്കുന്നത്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിനുള്ള ചാർജ് കൊടുക്കണം. എന്നാൽ എത്ര ടൈം ആണോ അതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പം 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റിന്റെ ചാർജ്, 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റിന്റെ ചാർജ്, അങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും പാർക്കിംഗ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. കാരണം അവർക്ക് എടുത്തുനിന്ന് ചെലവാകുന്ന എമൗണ്ട് കുറവാണ്, അവർ വെക്കുന്ന ടൈമിനനുസരിച്ചിട്ടേ വരുന്നുള്ളൂ. ഓക്കെ, ദ അഡ്വാൻറ്റേജ് ഓഫ് കളക്ഷൻ ഓഫ് പ്രോഗ്രസീവ് പാർക്കിംഗ് ഫീ ഇസ് ദാറ്റ് ഇറ്റ് ഡിസ്കറേജസ് അൺവാണ്ടഡ് പാർക്കിംഗ് ഓഫ് വെഹിക്കിൾസ് at busy roads and marketplaces and makes available the space for movements of pedestrians and vehicles. അപ്പം ആളുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കെല്ലാം റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന പ്രശ്നം വരാതെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ പ്രോഗ്രസീവ് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, കൺജഷൻ പാസ്. ഓക്കെ, ഇപ്പം മെയിൻ ആയിട്ട് പീക്ക് ടൈമുകൾ, ഓക്കെ, മെയിൻ തിരക്ക് വരുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ ഒരു റോഡിലൂടെ, അതായത് തിരക്ക് വരുന്ന റോഡിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കൺജഷൻ പാസ് എന്ന് പറഞ്ഞ ഒരു ഫീ ഓക്കെ വാഹനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് പീക്ക് അവേഴ്സിൽ ആ റോഡിലൂടെ, ആ ഒരു പർട്ടിക്കുലർ തിരക്ക് വരുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് കൂടുതൽ അതായത് ഒരു എക്സ്ട്രാ ചാർജ് അവർ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ, അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയാം. Okay, it is a charge or fees generally applied to vehicles for plying during peak hours and on busy roads. Buses and mass carriers are exempted and reduce congestion. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ, അതായത് പീക്ക് അവേഴ്സിലുള്ള ടൈമിൽ, ഓക്കെ, പീക്ക് അവേഴ്സ് വരുന്ന ടൈമിൽ ഇപ്പം ഒരു ഫീസ്, ഓക്കെ, റോഡിലൂടെ യാത്ര കൺജഷൻ വരുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് ഒരു ഫീസ് ഈടാക്കുക. അതായത് പീക്ക് അവേഴ്സിൽ ആ ഒരു പർട്ടിക്കുലർ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഫീസ് ഈടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ യാത്ര ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് ആ ഒരു എക്സ്ട്രാ പൈസ, ഇപ്പം തന്നെ ആളുകൾ ഇപ്പൊ ടോളൊക്കെ കളക്ട് ചെയ്യുന്ന റോഡിലാണെങ്കിൽ ആ ടോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പീക്ക് ടൈമിൽ ഒരു പർട്ടിക്കുലർ റോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആ തിരക്ക് പിടിച്ച റോഡിലൂടെ ആളുകൾ പോകാനുള്ള സാധ്യത കുറയും. ഇപ്പൊ നമുക്ക് കൺജഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് മോഡറേറ്റ്സ് ദ ട്രാവൽ ഡിമാൻഡ് ടു സം എക്സ്റ്റെന്റ് ആൻഡ് കോസ്റ്റ് ദ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പീക്ക് അവർ ഡിമാൻഡ്. സിക്സ്ത് വൺ, ഇന്റലിജന്റ് വെഹിക്കിൾ ഹൈവേ സിസ്റ്റം. ഓക്കെ, ഇത് ടെക്നോളജി ബേസ്ഡ് ആണ്. With the computerized control of traffic lights and entrances to freeways, advice to drivers of alternative routes to avoid congestion and information on weather and general road condition. അപ്പം ഈ ട്രാഫിക് സിസ്റ്റം ഒക്കെ ഈ റോഡിലുള്ള കൺജഷനൊക്കെ ബേസ് ചെയ്തിട്ട് സിഗ്നൽ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, അതായത് കൺജഷൻ കൂടുതലുള്ള റോഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് എവിടെയാണോ കൺജഷൻ കുറവ് ആ റൂട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, ലൈറ്റ് സിഗ്നൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു വരുമ്പോൾ ബിസി ആയിട്ടുള്ള റോഡിലേക്ക് സിഗ്നൽ ഇല്ല, അപ്പം വേറെ തിരക്കില്ലാത്ത റോഡിലേക്ക് സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ ആ റൂട്ട് ചൂസ് ചെയ്യാനും അതുവഴി കൂടുതലായിട്ട് വരുന്ന കൺജഷൻ ഒഴിവാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം അവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ട് യൂസ് ചെയ്യാം. അപ്പം ആ റോഡിനെ കുറിച്ച് നിലവിലുള്ള നിലവിലുള്ള സാഹചര്യം വ്യക്തമായിട്ട് സിഗ്നൽസിലൂടെ, ഓക്കെ, റോഡ് സൈഡിൽ തന്നെയുള്ള സിഗ്നൽസിലൂടെ ഡ്രൈവേഴ്സിനെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ ഹെവി ട്രാഫിക് ഉള്ള റോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാനും അതുവഴി കൺജഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കും. നെക്സ്റ്റ് വൺ, അഡ്വാൻസ്ഡ് ട്രാവലർ ഇൻഫർമേഷൻ സിസ്റ്റം gives information to highway users on traffic jams, road closures, alternative routes and weather condition. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ആ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. മറ്റേത് സിഗ്നൽസിലൂടെ, റോഡിലുള്ള സിഗ്നൽസിലൂടെ ഏത് റോഡിലേക്ക് എൻ്റർ ചെയ്യണം എൻ്റർ ചെയ്യേണ്ട എന്നുള്ളത് കൊടുക്കുന്നതായിരുന്നു ഇന്റലിജന്റ് വെഹിക്കിൾ ഹൈവേ സിസ്റ്റം. അഡ്വാൻസ്ഡ് ട്രാവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈവേ യൂസേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക. അതായത് ഇന്ന റൂട്ടിൽ ട്രാഫിക് ജാം ഉണ്ട്, ഇന്ന റോഡ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് വേറെ ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ട്, അതിലേക്ക് പോവാം.
അതുപോലെ വെതർ കണ്ടീഷൻ ഇന്ന റൂട്ടിൽ മോശമാണ്, അവിടെ സ്നോഫോൾ ഉണ്ട്, അപ്പൊ വേറെ റൂട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെഹിക്കിളിലേക്ക്, അതായത് ഡ്രൈവേഴ്സിന് എത്തിക്കുന്ന തരത്തിലുള്ള സെറ്റിംഗ്സ് ഒക്കെ. ഓക്കെ, അതിനാണ് അഡ്വാൻസ് ട്രാവൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആ രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർമാർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഏത് റൂട്ട് പോകണം, ആൾട്ടർനേറ്റീവ് റൂട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, മുന്നത്തെ ഇന്റലിജന്റ് വെഹിക്കിൾ ഹൈവേ സിസ്റ്റം ആണെങ്കിൽ ട്രാഫിക് ലൈറ്റും അതിന്റെ ലൈറ്റ് സിസ്റ്റം, ട്രാഫിക് എല്ലാം കമ്പ്യൂട്ടർ വൈസ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, റോഡിൽ കൺജഷൻ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട്. രണ്ടാമത്തത് ഡയറക്റ്റ് ഡ്രൈവേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുക. അതായത് ഇന്ന റോഡ് ട്രാഫിക് ജാം ഉണ്ട്, റോഡ് ക്ലോഷർ ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡയറക്റ്റ് വെഹിക്കിളിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് കൊടുത്ത് ഡ്രൈവേഴ്സ് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് മാറ്റങ്ങളൊന്നും വരുത്താതെ നമുക്ക് കൺജഷനും ഓക്കെ അതുപോലെ തന്നെ ട്രാഫിക്കിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും.